ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 92 ആരെയും ഉപദ്രവിക്കുന്നത് നന്നല്ലല്ലോ. ഭാഗം 92 ആരെയും ഉപദ്രവിക്കുന്നത് നന്നല്ലല്ലോ ഇവിടെ ആരംഭിക്കുന്നു. തലശ്ശേരിയിൽ ചാലപ്രോൻ അച്യുതൻ എന്നൊരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരിക്കൽ ബാധ കൂടുന്നതിൻ്റെ ഉപദ്രവമുണ്ടായി. ബാധയുടെ ഉപദ്രവമുണ്ടാകുമ്പോൾ സാഹചര്യമറിയാതെ അവർ നൃത്തം ചെയ്യുകയായിരുന്നു പതിവ്. അത് കുടുംബാംഗങ്ങൾക്കെല്ലാം വലിയ സങ്കടവും അപമാനവും ഉണ്ടാക്കുന്നതിന് ഇടയാക്കി. അച്യുതൻ പ്രസിദ്ധരായ ചില മന്ത്രവാദികളെയും മുസ്ലിം മത പുരോഹിതന്മാരെയും ഒക്കെ വരുത്തി ധാരാളം പണം ചിലവഴിച്ച് ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്യിച്ചു നോക്കി. അപ്പോഴെല്ലാം മന്ത്രവാദികൾ ഒരുക്കുന്ന കളങ്ങളിലെയും കർമ്മങ്ങളിലെയും മന്ത്രങ്ങളിലെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരെയൊക്കെ കണക്കിന് ശകാരിച്ചു വിടുകയായിരുന്നു ആ സ്ത്രീയുടെ രീതി. അവർ ഒരിക്കലും കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്ത മന്ത്രങ്ങൾ ആ നേരങ്ങളിൽ ചൊല്ലുന്നത് കേട്ട് മന്ത്രവാദികൾ പോലും അത്ഭുതപ്പെടുകയും കർമ്മങ്ങൾ പൂർത്തിയാകാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. 14 കൊല്ലത്തോളം ആ ബാധ അങ്ങനെ തന്നെ നിലനിന്നു. ഒരു ദിവസം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്ന വിവരമറിഞ്ഞു. അച്യുതൻ അവിടെ എത്തി ഗുരുദേവനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ശിവഗിരിക്ക് മടങ്ങും മുമ്പ് ഒരു ദിവസം അച്യുതൻ്റെ വീട്ടിലെത്താമെന്ന് അപ്പോൾ ഗുരുദേവൻ അറിയിച്ചു. കുടുംബാംഗങ്ങളെല്ലാം സകല പ്രതീക്ഷകളോടും കൂടി കാത്തിരിപ്പായി. അങ്ങനെ ഗുരുദേവൻ എത്താമെന്ന് പറഞ്ഞ ദിവസം വന്നെത്തി. അതറിഞ്ഞപ്പോൾ മുതൽ അച്യുതൻ്റെ അമ്മയുടെ ബാധോപദ്രവം കൂടുതൽ മുറുകി. അവർ വലിയ ബഹളമുണ്ടാക്കുകയും കണ്ണിൽ കണ്ടവരെയൊക്കെ ശകാരിക്കുകയും ചടുലമായി നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്തു വന്നു. പറഞ്ഞ നേരത്ത് തന്നെ ഗുരുദേവൻ അച്യുതൻ്റെ ഭവനത്തിലെത്തിച്ചേർന്നു. ആ സ്ത്രീ ഒഴികെ മറ്റുള്ളവരെല്ലാം കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് ഗുരുദേവനെ നമസ്കരിച്ച് വണങ്ങി. അത് കണ്ടപ്പോൾ ആ സ്ത്രീക്കും അങ്ങനെ ചെയ്യണമെന്നായി. എന്നാൽ ബാധോപദ്രവമോർത്ത് മറ്റുള്ളവർ അതിന് സമ്മതിച്ചില്ല. അതറിഞ്ഞ ഗുരുദേവൻ അവരെ അടുത്തേക്ക് വിളിപ്പിച്ചു. അവർ ഒരു സാധാരണ സ്ത്രീയെ പോലെ അടുത്തു ചെന്ന് ഗുരുദേവൻ്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. അവരുടെ നോട്ടവും ഭാവവും ചടുതലയുമൊക്കെ ഒരു നിമിഷം നിരീക്ഷിച്ച ശേഷം ഗുരുദേവൻ ചോദിച്ചു, "നിങ്ങൾ ആരാണ്?" യാതൊരു സങ്കോചവും കൂടാതെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, "ഞാനൊരു മന്ത്രവാദിനിയാണ്." ഗുരുദേവൻ, "മന്ത്രവാദിയുടെ പേരെന്താണ്?" സ്ത്രീ, "ചെറുകുന്നത്ത് കണ്ണൻ." ഗുരുദേവൻ, കണ്ണൻ ഈ സാധു സ്ത്രീയെ മുമ്പ് കണ്ടിട്ടുണ്ടോ?" സ്ത്രീ, "തലശ്ശേരി നാരങ്ങാപ്പുറത്ത് തൃക്കൈക്കൽ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്." ഗുരുദേവൻ, "ഓ, അങ്ങനെയാണോ? എന്നാൽ ഈ സാധു സ്ത്രീയെ ഉപദ്രവിക്കാതെ ഇപ്പോൾ ഒഴിഞ്ഞുപോയി കൂടെയോ? ആരെയും ഉപദ്രവിക്കുന്നത് നന്നല്ലല്ലോ." സ്ത്രീ, പൊയ്ക്കൊള്ളാം. അതിനുശേഷം അവർ അവിടെ നിന്ന് സത്യം ചെയ്തു. പിന്നീട് 1 കൊല്ലത്തോളം യാതൊരു ഉപദ്രവവും ഉണ്ടായില്ല. എന്നാൽ കുറേക്കാലം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ ബാധോപദ്രവം അതേവിധം തിരികെ എത്തി. അത്തവണ അച്യുതൻ അമ്മയെയും കൂട്ടി നേരെ ശിവഗിരിക്ക് തന്നെ പുറപ്പെട്ടു. ഗുരുദേവനെ കണ്ട് അച്യുതൻ കാര്യങ്ങൾ ധരിപ്പിച്ചു. ബാധോപദ്രവത്തിൻ്റെ യാതൊരു ലക്ഷണവും പുറത്തു കാട്ടാതെ ഭവ്യതയോടെ നിന്ന ആ സ്ത്രീയോട് ഗുരുദേവൻ ചോദിച്ചു, "പൊയ്ക്കൊള്ളാമെന്ന് നമ്മുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്തതാണല്ലോ." സ്ത്രീ, "സ്വാമി അപ്പോൾ പോകണമെന്ന് ആവശ്യപ്പെട്ടതല്ലാതെ പിന്നീട് മടങ്ങി വരരുതെന്ന് കൽപ്പിച്ചില്ലല്ലോ." ഗുരുദേവൻ, "കൊള്ളാം, നല്ല അനുസരണയുണ്ടല്ലോ. എങ്കിൽ ഇനിമേൽ ഈ സാധു സ്ത്രീയെ ഉപദ്രവിക്കരുത്." ഒരു ഭക്തൻ കാഴ്ചവെച്ച പഴങ്ങളിൽ ഒന്നെടുത്ത് ഗുരുദേവൻ ആ സ്ത്രീക്ക് കൊടുത്തു. അവർ ആ പഴം വാങ്ങി കഴിക്കുകയും പൂജകളിലും പ്രാർത്ഥനകളിലും സംബന്ധിച്ച് അന്ന് ശിവഗിരിയിൽ തന്നെ തങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭാതത്തിൽ അച്യുതനും അമ്മയും സമാധാനത്തോടെ തലശ്ശേരിക്ക് മടങ്ങി. പിന്നീട് ഒരിക്കലും അവർക്ക് ആ ബാധോപദ്രവം ഉണ്ടായിട്ടില്ല.
നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാഴമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാഴമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 92 ആരെയും ഉപദ്രവിക്കുന്നത് നന്നല്ലല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.